ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഓക്കെ ആയി, അസുഖമൊക്കെ മാറി, പനിയൊക്കെ മാറി എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടു. അപ്പൊ ഇനി വീഡിയോ ഇട്ടൊക്കെ തുടങ്ങാന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തന്നെയുള്ള വീഡിയോസ് ഒക്കെ എനിക്ക് ഇനി വേണമെങ്കിൽ ഇടാം. പക്ഷേ പുറത്തോട്ട് പോകണമെങ്കിൽ മിനിമം ഒരു 2 വീക്കെങ്കിലും നമ്മുടെ ഡെങ്കി ഫീവർ മാറിയിട്ടുണ്ടെങ്കിൽ 2 വീക്കെങ്കിലും വീട്ടിൽ റെസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പൊ ഇത് നമ്മുടെ ബോഡിയിൽ ഇതിന്റെ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പൂർണ്ണമായി മാറി എന്ന് പറയണമെങ്കിൽ നല്ല രീതിക്ക് റെസ്റ്റ് എടുക്കണം. നമ്മൾ സ്പോർട്സും അതേപോലെ ഡാൻസോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നല്ല ബെഡ് റെസ്റ്റ് തന്നെ വേണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്ന് രാവിലെ ഹെൽത്തിന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു വീട്ടില് ഹിറ്റൊക്കെ അടിച്ചു. മറ്റേ മൊസ്കിറ്റോന്റെ ഹിറ്റൊക്കെ അടിച്ചു, മരുന്നൊക്കെ തന്നു. അങ്ങനെയുള്ള അവരുടേതായ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ പുറത്തു പോയ കാര്യമൊക്കെ അറിഞ്ഞപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ടായി. കാരണം ഇങ്ങനെ ഒരു ഡെങ്കി ഫീവർ പരക്കൂലോ, സമ്പർക്കത്തിലൂടെ പരക്കൂന്നല്ല, എന്നെ കടിച്ച കൊതുക് മറ്റൊരാളെ കടിച്ചു കഴിഞ്ഞാൽ ആ ആളായിട്ട് പകർന്നു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്റെ വീടിന്റെ ചുറ്റുപാടൊക്കെ വന്ന് നോക്കി, അപ്പുറത്തെ വീട്ടിലൊക്കെ വന്നവര് നോക്കിയിട്ട് വീട്ടിലിപ്പോ ഓഡോമസ് ഉണ്ടല്ലോ, മറ്റേ മോസ്കിറ്റോ വന്ന് കടിക്കാതിരിക്കാനുള്ള സാധനം, ആ സാധനമൊക്കെ തന്നിട്ടാണ് പോയേക്കണത്. അപ്പൊ പുറത്തേട്ട് ഇറങ്ങി മറ്റുള്ളവരിലേക്ക് ഞാൻ പോയി. അവിടെ ഇപ്പൊ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ എന്നെ ഒരു കൊതുക് കടിച്ചാൽ അത് മറ്റൊരാളെ കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഇപ്പൊ ഓഡോമോസ് എടുത്തതുകൊണ്ട് അങ്ങനെ കടിക്കത്തില്ലായിരിക്കാം. പക്ഷെ പുറത്തായിട്ട് ചെന്ന് ഇത് പരക്കായിരിക്കും ചെയ്യുക. സമ്പർക്കം കൈപ്പിടിച്ചെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സമ്പർക്കങ്ങളോ കാര്യങ്ങളോ കൊണ്ട് ഞാൻ കുടിച്ച വെള്ളം കുടിച്ചെന്ന് വെച്ചാൽ ഇത് പകരണമെന്നില്ല. പകരണ ഒറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊതുക് കടിച്ച് എന്നെ കടിച്ച കൊതുക് മറ്റൊരാളെ പോയി കടിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് ഇത് പകരാനുള്ള ചാൻസ് ഉണ്ട്. 100% പകരുമെന്നല്ല, എന്നാലും പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കുറച്ച് ദിവസം കൂടി ബെഡ് റെസ്റ്റ് പറഞ്ഞേക്കാണ്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പോലെ വീഡിയോ അങ്ങനെ പുറത്തൊന്നും പോണത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ വീട്ടിൽ വല്ല പാട്ട ഈറ്റിന്റെ ഡേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഡേ മൈ ലൈഫ് ആയിട്ടാണെങ്കിലും ചെയ്യാം. എന്റെ കണ്ണൊക്കെ ഇപ്പൊ റെഡി ആയി വരുന്നേ ഉള്ളൂ. കണ്ടോ, ഞാൻ വിചാരിച്ചു വർക്കൊക്കെ പോയി റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് അനുവദിക്കത്തില്ല കേട്ടോ. എന്താ, ഞാൻ വർക്ക് ചെയ്യുന്ന ജോലി സ്ഥലത്തിന്റെ നമ്പറും കാര്യങ്ങളും എവിടെയാണെന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ട് പോയിട്ട് ഞാൻ അവിടെ പോയി അന്വേഷിക്കുമെന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഈ പുറത്തൊക്കെ പോകുന്ന വീഡിയോസ് ഇടുന്നത് കണ്ടിട്ട് അത് ഞാനിപ്പോ എടുക്കുന്ന വീഡിയോ ആയിട്ട് ചിന്തിക്കുന്നത്, ഹോസ്പിറ്റലിൽ പോണത് ഓക്കെ, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എടുത്തേക്കുന്ന വീഡിയോസ് ആണ്. ബാക്കിയുള്ള അല്ലറ ചില്ലറ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ എടുത്തതാന്ന് വിചാരിക്കരുത്. അത് അതിന് മുന്നേ എടുത്ത് വെച്ചിട്ട് ഞാൻ അതിപ്പോഴും എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയേക്കണത്, അങ്ങനെ എഡിറ്റ് ചെയ്ത് ഞാൻ ഇടുന്നതാണ്. എൻ്റെ സ്റ്റോക്കുള്ള വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് പോകുന്നതാണ്. അപ്പൊ ഇനി ഒരു ഏകദേശം ഒരാഴ്ചക്ക് ശേഷമായിരിക്കും ഞാൻ ഇന്ന് തൊട്ട് എടുക്കുന്ന വീഡിയോസ് വരാം. ഇതിപ്പോ ചിലപ്പോൾ നാളെ, ഈ ഒരു വീഡിയോ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം, അപ്ലോഡ് ചെയ്തേക്കാം. പക്ഷേ ഷോർട്ട് വീഡിയോസ് ഇതേപോലെ പാട്ടേറ്റിനിടെയൊക്കെ ഒരാഴ്ചക്ക് ശേഷമായിരിക്കും ഞാൻ ഇട്ട് തുടങ്ങാം. അതുവരെ ഇടാനുള്ള വീഡിയോസ് എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ട് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് എൻ്റെ അത്യാവശ്യം കുറച്ച് സ്റ്റോക്ക് ഉണ്ട് വീഡിയോസ്. അപ്പൊ അത് ഞാൻ ഇട്ട് തീർത്തിട്ട് ഇനി പുതിയതായിട്ട് എടുക്കുന്ന വീഡിയോസ് ഇടാന്നാണ് ഞാൻ കരുതിയേക്കുന്നത്. ബെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്, കണ്ണൊക്കെ ചുമന്നിരിക്കുന്നത്. വേറെ കുറച്ച് മെഡിസിൻസ് വന്നിട്ടുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം തന്നെ, എന്താണെന്നറിയില്ല, എപ്പോഴും ഉറക്കം വരില്ലാണ്. അപ്പൊ അതിന്റെ ആ ഒരു മെഡിസിൻ കഴിക്കണതിന്റെ ഉറക്കം വരല് കൊണ്ടിട്ട് ഭയങ്കര ക്ഷീണമാണ്. അത് അതിന്റെയാണ് ഈ കണ്ണൊക്കെ നല്ല രീതിക്ക് ചുമന്നിരിക്കുന്നത്. വീട്ടിൽ നടക്കുമ്പോഴും ലിപ്സ്റ്റിക് ഇട്ട്, എന്ത് പാടില്ലെങ്കിലും നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്നത്. അവള് പാടില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടാണ്ട് നടക്കത്തില്ല. നേരിട്ട് കേട്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്ത് പറയണത്. നേരിട്ട് കേട്ടു, ഇങ്ങനെ പാടില്ലെങ്കിലും അവള് ലിപ്സ്റ്റിക് ഇട്ട് നടക്കുള്ളൂ എന്നോ കേട്ടായിരുന്നു. പക്ഷെ എന്ത് പാടില്ലെങ്കിലും സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ലവ് ഇതൊക്കെ വിട്ട് കളിക്കണം. എങ്ങനെയാ, എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടാലാണ് ഒരു കോൺഫിഡൻസ് ഉള്ളൂ. അത് എന്ത് ഇതിലാണെങ്കിലും ലിപ്സ്റ്റിക് ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. എന്റെ വിചാരം ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നാണ്. ഈ ലിപ്സ്റ്റിക് മാത്രമേ കിട്ടാതെ വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും വേണ്ട. മേക്കപ്പ് എന്ന് പറയാനായിട്ട് വേറെ ഒന്നും വേണ്ട, എനിക്ക് ലിപ്സ്റ്റിക് മതി. അത് ഞാൻ എന്ത് കല്യാണത്തിന് പോയാലും ഞാൻ ഇവിടെ നോക്കുന്നത്, ഇവിടെ കണ്ണാടി ഉണ്ട്, അറിയായിരിക്കും, എല്ലാവർക്കും അറിയാം. വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു കണ്ണാടി കാണിക്കാറില്ല, ആ കണ്ണാടി ഉണ്ട്, നല്ല ലൈറ്റാണ്. അതിൽ കാണുമ്പോൾ തന്നെ എനിക്ക് എന്നെ തന്നെ ഒരു സുന്ദരിയായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും ഇടണമെന്നൊരു നിർബന്ധമില്ല. പക്ഷെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. അതാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടണം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് മറ്റു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ പുറത്ത് പോയി തുടങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പനിയൊക്കെ മാറി എന്നുള്ള രീതിയിൽ. പക്ഷെ ചെറിയ രീതിക്ക് എൻ്റെ ബോഡിയിൽ ഇപ്പോഴും ഡെങ്കി ഫീവർ ഉണ്ട്. അപ്പൊ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണെങ്കിലും അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് പൂർണ്ണമായിട്ട് മാറിയാലാണ്, പൂർണ്ണമായിട്ട് മാറി ഒരാഴ്ചത്തോളം എനിക്ക് റെസ്റ്റ് കിട്ടിയാലാണ് എനിക്ക് ഓക്കെ ആകാൻ പറ്റുള്ളൂ. അതുവരേക്കും വലിയ ബാധിച്ച് പണികളോ അല്ലെങ്കിൽ സ്പോർട്സ് ഇങ്ങനെ ഡാൻസും കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഡെങ്കി വന്നത്. ഇതുവരെ എനിക്ക് ഡെങ്കി വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വരുന്നത്. കൊറോണ വന്നിട്ട് പോലും എനിക്ക് കൊറോണ വന്നിട്ടില്ല, ഇപ്പോൾ എനിക്ക് പിടിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. റെസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ഫ്രീഡത്തോടെ നടക്കുന്നതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ അടച്ചു മൂടിയിട്ട് ഇരിക്കാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്തായാലും വട്ടേറ്റിൻ്റെ അങ്ങനെ ഡേ മൈ ലൈഫ് ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ ഇടാം. പുറത്ത് പോകണതൊന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.